ഹലോ ജീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസ്കാബൻ. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണ് മസ്കാബൻ. അപ്പം ഈ പേര് കേട്ടാലും പേടിക്കരുത്, ഞെട്ടരുത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബന്നാണ് മസ്കാബൻ. വളരെ ടേസ്റ്റാണ് കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടത്, അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. അൺസാൾട്ടഡ് ആണ്, സാൾട്ട് ഇല്ലാത്ത ബട്ടർ. അപ്പം ഇവിടെ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. ഇതിന് ഈ സ്പൂണിൽ ഒരു 5 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ക്രീമാണ്, പിന്നെ വാനില എസൻസ്, വേണ്ടത് പഞ്ചസാരയാണ്. ഇത് ഞങ്ങളിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്, വൈറ്റ് ഷുഗർ അല്ല. അപ്പോൾ അത് പഞ്ചസാര. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, പൊടിച്ച് വെച്ച പഞ്ചസാര. അത് ഞാനൊരു 3 സ്പൂൺ മാത്രമേ എടുത്തുള്ളൂ. കാരണം മിൽക്ക് മെയ്ഡിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്. അതുകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മധുരം ഉപയോഗിക്കാമേ, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മധുരം മതി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ബന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള ബന്ന് ഉപയോഗിക്കാം. മിൽക്ക് ബന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഇതാണ് ബന്ന്. ഞാനിതാണ് ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര, അതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒത്തിരി ആയി പോവണ്ട, കുറച്ച് മതി. കുറച്ച് മതി, ഞാൻ ഈ സ്പൂണിൽ എടുത്തന്നേ ഉള്ളൂ, ഒത്തിരി ആയി പോവണ്ട. അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ്, മിൽക്ക് മെയ്ഡൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഒത്തിരി മധുരം വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കാം. ഇത്രയും മിൽക്ക് മെയ്ഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അത് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മളിനി ഒന്ന് ഇളക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് അത് വിസ്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് ഈ വിസ്കർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നമ്മുടെ സ്പൂണോ ഇതില്ലേ ഫോർക്ക്, അത് വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഈ മെഷീനിലാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം ഇത് ക്രീം ആവുന്നു അത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ലതുപോലെ ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ആ സ്പൂൺ വെച്ച് ഒന്നുകൂടെ എല്ലാം ഒന്ന് ഒരുത്താക്കുക. അപ്പം അത് മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഈ വിസ്കർ വെച്ച് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേന് പാത്രം കറക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടവും കറക്റ്റായിട്ട് മിക്സ് ആവും. ക്രീം റെഡി ആയിട്ടുണ്ട്, നല്ലതായിട്ട് പതഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം പതയ്ക്കുന്നോ അത്രമാത്രം ടേസ്റ്റ് വരുമേ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ബന്നിനകത്ത് പുരട്ടാൻ പോവാണ്. അപ്പം ബന്ന് ചൂടാക്കുക, തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ബന്ന്. ബന്ന് വെച്ചു, ചെറുതായിട്ട് ചൂടാക്കുക. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെക്കണം. നോക്കണം, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, അപ്പം തന്നെ ഇത് ചൂടാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ചു, ചൂടായിട്ടുണ്ട്. അപ്പം അടിവശം നണ്ടെങ്കിൽ ഇത്ര ആകാവും, കരിയരുത്. കണ്ട അടിവശം
കരിയരുത്. ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അടച്ചു വെക്കും. അപ്പം നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബന്നാണ്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. അപ്പം അത് പാത്രത്തിലെടുത്ത് വെക്കാൻ പോവാണ്. ഇനിയാണ് നമ്മളത് അതിനകത്ത് ക്രീം തേക്കുന്നത്. അപ്പം ബന്നിങ്ങനെ കത്തി വെച്ചിട്ട് രണ്ടായിട്ട് കീറുക. അപ്പം അത് ഫുള്ള് കീറി കളയരുത്. ഒരു സൈഡ് വരെ, ഈ ഒരു സൈഡ് വരെ കീറാവും. അതാണ് ഇങ്ങനെ കണ്ടോ, ഫുള്ള് കട്ട് ചെയ്ത് കളയരുത്. ഇങ്ങനെ. ഇത് ഫ്രൂട്ട് ബന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള ബന്ന് ഉപയോഗിക്കാം. ഇതിനകത്തൊക്കെ ഫ്രൂട്ട് ഉണ്ട് കണ്ടോ. ഇത് കൊറങ്ങോണം സുപ്രീമിൽ നിന്ന് വാങ്ങിച്ചാണ്, ട്രിവാൻഡ്രം. നല്ല ബന്നാണ്. ഇനിയാണ് നമ്മൾ ക്രീം ഈ ബന്നിനകത്ത് വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ക്രീം എടുക്കുക, ഇത് തേക്കുക. ചൂടാക്കിയ ബന്നൊന്ന് നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഈ ക്രീം തേക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ചൂടോടെ തേക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഈ ക്രീം അങ്ങ് മെൽറ്റായി പോകും. ബന്നിനകത്ത് വെക്കുന്ന ക്രീമിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിഷ്ടമുള്ളതനുസരിച്ചാണ്. നമുക്ക് കുറച്ച് ക്രീം അകത്ത് വെച്ചാൽ മതിയെങ്കിൽ അത്രയും, കൂടുതൽ വെക്കണമെന്ന് വെച്ചാൽ അത്രയും. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി അകത്ത് വെച്ചാൽ മതി. നമ്മളിങ്ങനെ പിടിക്കുന്ന സൈഡിൽ അധികം തേക്കണ്ട, കാരണം ഇങ്ങനെ പിടിക്കണ്ടേ. നമ്മളിങ്ങനെ ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് ഇതിനൊരു ഡിസൈൻ ചെയ്യുക. കീറിയ ഭാഗം ഒട്ടിക്കുന്നത് പോലെ ഒരു ഡിസൈൻ. ഈ സൈഡ് തേച്ചിട്ടില്ല, നമുക്കിങ്ങനെ പിടിക്കാം. കണ്ടോ, ഈ സൈഡ് തേച്ചിട്ടില്ല, ഇങ്ങനെ പിടിക്കാം. അതുപോലെ ഓരോന്നും തേക്കുക. അപ്പൊ നമ്മുടെ മസ്ക ബൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, മസ്ക എന്ന് കേട്ടിട്ട് ആരും ഞെട്ടുകയോ പേടിക്കുകയോ വേണ്ട, കാരണം ഇത് വളരെ സിമ്പിളാണ്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ മസ്ക ബൻ റെഡി. കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ക്രീം ബന്നാണ്. അപ്പം അത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മസ്ക ബൻ. മസ്ക ബൻ സൂപ്പർ. നല്ല കറക്റ്റ് മധുരം, ഓവറായിട്ടില്ല. ഇതിന്റെ ഇവിടെ കായെന്ന് തോന്നുന്നു.